ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ വിജയത്തിൻ്റെ കൊടിയാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം 4-ാം വാക്യം. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പതാകയുണ്ട്. പതാക രൂപകൽപ്പന ചെയ്യുമ്പോൾ രാഷ്ട്ര നേതാക്കൾ ഒത്തുചേർന്ന് അതിൻ്റെ നിറങ്ങളും ചിഹ്നങ്ങളും ഒരു ലക്ഷ്യത്തോടും കാരണത്തോടും കൂടി സജ്ജീകരിക്കുന്നു. അതിലെ ഓരോ നിറത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. എല്ലാ ചിഹ്നങ്ങളും ഒരു കാരണത്താലാണ് അവിടെ ഉള്ളത്. ഉദാഹരണത്തിന് ഇന്ത്യൻ ദേശീയ പതാക നോക്കൂ. അതിലെ ചുവപ്പ് നിറം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ രക്തസാക്ഷികളുടെ രക്തത്തെ ഓർമ്മിപ്പിക്കുന്നു. വെളുത്ത നിറം നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തോടുള്ള സ്നേഹത്തെ കാണിക്കുന്നു. നമ്മുടെ രാജ്യം ഫലഭൂഷ്ടവും സമൃദ്ധവുമാകുമെന്ന് പച്ച നിറം കാണിക്കുന്നു. നടുവിലുള്ള ചക്രം അശോക ചിഹ്നത്തെ ഓർമ്മിപ്പിക്കുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ കീഴടക്കുന്ന രാജ്യം കീഴടക്കിയ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പതാക ഉയർത്തും. ടെൻസിംഗ് നോർഗെ എവറസ്റ്റ് കൊടുമുടിയിൽ കാലെടുത്തു വെച്ചു. അവിടെ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പതാക ഉയർത്തി. നീൽ ആംസ്ട്രോങ് എന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി. അദ്ദേഹം ചന്ദ്രനിൽ അമേരിക്കൻ പതാക സ്ഥാപിച്ചു. ദൈവമക്കളായ നമുക്കൊരു പതാകയുണ്ട്. അതാണ് കാൽവറി ക്രൂശിന്റെ പതാക. കാൽവറിയിലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ചത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവമക്കളുടെ വിജയത്തിന്റെ കൊടിയാണ് കർത്താവ്. അവൻ നമ്മുടെ യഹോവ നിസ്സിയാണ്. ശത്രു സൈന്യങ്ങളെ നശിപ്പിക്കുന്ന വിജയത്തിന്റെ പതാകയായി അവൻ നിലകൊള്ളുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ഏറ്റവും ഉയർന്ന സങ്കേതമാകുന്നു. കർത്താവായ ദൈവം നിങ്ങൾക്ക് വിജയം നൽകുന്നതിന് വിജയത്തിന്റെ പതാകയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നുവെന്നത് എപ്പോഴും ഓർമ്മിക്കുക. ഈജിപ്തുകാരാണ് രാജ്യത്തിനായി ആദ്യമായി പതാക സൃഷ്ടിച്ചത്. ഒരു തൂണിൽ കെട്ടി ഉയർത്തുമ്പോൾ ആളുകൾ പതാകയെ പിന്തുടരുന്നു. ഓരോ സൈനിക മേധാവിക്കും തനതായ നിറത്തിലുള്ള പതാകയുണ്ടായിരിക്കും. ആ ബറ്റാലിയനിലെ പടയാളികൾ ശത്രു ക്യാമ്പുകളെ ലക്ഷ്യമാക്കി മുന്നേറുകയും അവർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യും. കാൽവറി നമുക്ക് നൽകിയ ദേശീയ പതാകയാണ്. പതാക എന്തിനെ പ്രതിനിധീകരിക്കുന്നു? അത് ദൈവത്തിന്റെ സ്നേഹവും വാത്സല്യവും നമുക്ക് കാണിച്ചു തരുന്നു. ശൂനേംകാരത്തി സന്തോഷിച്ചുകൊണ്ട് പറയുന്നു, അവന്റെ കൊടി എൻ്റെ മേൽ സ്നേഹമായിരുന്നു എന്ന്. ഇത് ഉത്തമഗീതം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. കാൽവറിയിലെ പതാകയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിരുകളില്ലാത്ത സ്നേഹവും വാത്സല്യവും കൃപയും നാം കാണുന്നു. ആ കാൽവറി പതാകയിൽ നമുക്ക് വെള്ളയും ചുമപ്പും കാണാം. വെളുപ്പ് എന്നത് ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളുടെ വിശുദ്ധിയും ചുമപ്പ് അവന്റെ ത്യാഗരക്തത്തെയും പ്രതിനിധീകരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ഉത്തമഗീതം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000-ൽ സുന്ദരൻ എന്ന് കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, കാൽവറിയിലെ ആ പതാകയിലേക്ക് നോക്കൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 20-ാം അധ്യായം 5-ാം വാക്യം. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഇയ്യോബ് 17, 18, 19 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. വാക്യങ്ങൾ